കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ 27-ന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ ജനങ്ങളുടെ ആധികാരിക രേഖകളുടെ കോപ്പികൾ ശേഖരിച്ചു. കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിലെ 1970 മുതൽ സ്ഥിര താമസമാക്കിയിട്ടുള്ള 43 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സർക്കാർ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ച് റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്നതെന്നും ഈ നീക്കത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകാനും മറ്റ് നിയമ നടപടികൾക്കുമായി മേഖലയിലെ കുടുംബങ്ങളിലെ ആധികാരിക രേഖയുടെ പകർപ്പുകൾ സമിതിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ 30ഓളം കുടുംബങ്ങളിലെ രേഖകൾ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന് കൈമാറി. കുടിയിറക്ക് നീക്കം അവസാനിപ്പിക്കുക, വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായ കൃഷിഭൂമിക്ക് പട്ടയം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പിന്തുണയോടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സമരമാണ് ഈ മാസം 27-ന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച്. ഈ മേഖലയിൽ നിന്നുകൊണ്ട് ആളുകളെ അവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തൽ നിന്ന് പിന്മാറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയ്യപ്പൻകോവിൽ 3 ചെയിൽ ചങ്ങലയിൽപ്പെട്ട ആളുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നിന്ന് പണപ്പിരിവ് നടത്തി ഇപ്പോൾ കേസുകൾ നടത്തുന്ന ആളുകളാണ് കല്യാണത്തണ്ട് മേഖലയിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് ആ മേഖലയിൽ പട്ടയം എന്ന് പറയുന്നത്. ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോഴും അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ആർജവത്വമാണ് ഈ പറയുന്ന ആളുകൾ കാണിക്കേണ്ടത്. തുടർന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ആഗസ്റ്റ് 30-ന് കർഷക മാർച്ചും കൂട്ടധർണയും നടത്തുവാനും തീരുമാനിച്ചു. ഇവിടെ കിടന്ന ആളുകൾക്കിടയിൽ ആശങ്ക വരുത്താതെ നിങ്ങൾ നിയമപരമായി ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അതിന് നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി പട്ടയം തരുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കി തരേണ്ട കാര്യം ഞങ്ങൾ അറിയിക്കുന്നു. 27-ാം തീയതി പരിപാടി ശക്തമായി ഞങ്ങൾ തന്നെ മുന്നോട്ട് പോകും. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ ചെയർമാനും കൺവീനറും നയിക്കുന്ന സമരം വില്ലേജ് ഓഫീസിലേക്കുള്ള ഉപരോധ മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പന ഇടുക്കി പമ്പിൽ നിന്നും ആരംഭിക്കും. നമുക്ക് ഈ നോട്ടീസ് തന്ന ഓഫീസിലേക്കാണ് 30-ാം തീയതി പോകുന്നത്. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. നിരവധി 500ഓളം പേര് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്നുകൂടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു. ഈ സമരത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കർഷക കോൺഗ്രസ് പാർട്ടിയും കർഷക കോൺഗ്രസും അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയാലും ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. കല്യാണത്തണ്ട് മാളിയേക്കൽ ശിവന്റെ വീട്ടിൽ നടന്ന രേഖകളുടെ ശേഖരിക്കൽ യോഗത്തിൽ ജനകീയ സമരസമിതി ചെയർമാൻ ബിജു ചക്കുചിറ, കൺവീനർ TC മോഹനൻ, സിജു ചക്കുമൂട്ടിൽ, ബീന ജോബി, ജോസ് മുത്തനാട്ട്, ഷാജി വെള്ളമാക്കൽ, അരുൺകുമാർ കാപ്പുകാട്ടിൽ, PS മേരിദാസൻ, പൊന്നപ്പൻ അഞ്ചപ്ര തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പരിപാടികളിലൂടെ തങ്ങളുടെ ഭൂപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം എലഗന്റയിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം എലഗന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫറുമായി ബന്ധപ്പെട്ട് 20 രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഓഫർ ഐറ്റംസ് 1,00,000 സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ്. പാം എലഗന്റെ, രാമപുരം റോഡ്, പാല.